ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വാഴപ്പിണ്ടി വെച്ച് വളരെ എളുപ്പത്തിൽ ഒരു തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അതിനായിട്ട് വാഴപ്പിണ്ടിയുടെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയെടുത്തതാണ്. എന്നിട്ട് ഇത് ചെറിയ പീസായിട്ട് കട്ടിംഗ് ടേബിൾ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ തോരൻ തയ്യാറാക്കാൻ പറ്റും. മുമ്പ് കാലത്തൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് കുറേ സമയം എടുത്തിട്ടാണ് അവർ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇത്രയും സമയമൊന്നും വേണ്ട, നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വാഴപ്പിണ്ടി വയറിന് വളരെ നല്ലതാണെന്നല്ലേ പറയപ്പെടുന്നത്. ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ചോപ്പറിലിട്ടിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലിട്ടിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. എളുപ്പത്തിൽ ഇങ്ങനെ അടിച്ചെടുക്കാൻ പറ്റും. ഞാൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചോപ്പറിലിട്ടിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെക്കണം. ഈ മഞ്ഞളും ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഇത് കുക്കാവും. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് ഒരു വിസിൽ വരട്ടെ. ആ സമയത്ത് ഇതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളകാണേ. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തു. പിന്നെ 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് തേങ്ങയും കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കണ്ടോ, ഇതേപോലെ അടിച്ചെടുത്താൽ മതി. അധികം ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കടുകും കൂടി ആഡ് ചെയ്തു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു പകുതി സവാള ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ചേർക്കുന്നുണ്ട്. സവാളക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. മുരിഞ്ഞ് വരുന്ന സമയത്ത് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കളറെല്ലാം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കുന്നുണ്ട്, വറ്റൽമുളക്. അതും നമുക്ക് ഇഷ്ടാനുസരിച്ച് എടുക്കാം. ഞാൻ 3 എണ്ണമാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങേൻ്റെ കൂട്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്നുകൂടി വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം കുക്ക് ചെയ്ത വാഴപ്പിണ്ടി ഉണ്ടല്ലോ, ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കിയിരുന്നു. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർക്കാം. ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫാക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഒരു വിസിൽ വന്നാൽ മതി. ആവശ്യത്തിന് കുക്കാവുകയും ചെയ്യും.
പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. വാഴപ്പിണ്ടി കുക്ക് ചെയ്ത സമയത്ത് ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് കുറച്ചുകൂടിയേ വേണ്ടി വരുള്ളൂ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ് ഈ വാഴപ്പിണ്ടി തോരൻ. കുറച്ച് മീൻകറിയും കൂടി ഉണ്ടെങ്കിൽ നന്നായിട്ട് ചോറ് തിന്നാൻ പറ്റും. ഈ തോരൻ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.